ഈ വർഷത്തെ അവസാന വരിക്കച്ചക്ക അടുത്ത ഒരു വർഷത്തേക്കുള്ള വരട്ടിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പപ്പസാന്റെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് പഴുപ്പിച്ച 4 വരിക്കച്ചക്ക കൊണ്ടാണ് ഇന്നത്തെ കലാപരിപാടി. 4 മെനക്കേട്. അപ്പൊ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ കുറെ കാലത്തേക്ക് മെനക്കേടുമില്ല. ആവശ്യാനുസരണം ഇലയപ്പം, കുമ്പിളപ്പം ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം. മിക്സിയിൽ അരച്ചെടുത്ത ചക്ക ഉരുളിയിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പുറകേന്ന് 1.5 കിലോ ശർക്കര പാനി അരിച്ചൊഴിക്കാം. 4 ചക്കയ്ക്ക് 1.5 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഫ്രീസറിൽ സൂക്ഷിക്കാനായതുകൊണ്ട് ശർക്കര ഇത് മതിയേ. ചക്ക ചൂട് പിടിക്കുന്നതിനനുസരിച്ച് തെറിച്ച് പുറത്തേക്ക് വീഴും. സൂക്ഷിച്ചു നിന്ന് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. സാധാരണ വെറുതെ കോരിത്തിനെ ഉപയോഗിക്കുന്ന ചക്കവരട്ടിയിൽ കുറച്ചുകൂടി ശർക്കരയും നട്ട്സും ഏലക്കയും ചുക്കും ഒക്കെ ചേർക്കും. പക്ഷെ മറ്റു പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചക്കവരട്ടിയിൽ ഒന്നും ചേർക്കാൻ നിൽക്കല്ലേ. ഈ ഒരു പരുവത്തിന് സ്റ്റവ് ഓഫാക്കി തണുപ്പിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നുകളിൽ കോരി അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. 1.5 വർഷം ഒരു കേടും കൂടാതെ ഇരിക്കും. കുമ്പിളപ്പം, ഇലയട തുടങ്ങിയ ചക്ക ഉപയോഗിക്കുന്ന എല്ലാ പലഹാരങ്ങൾക്കും ഒപ്പം ഇവനെ ഫ്രീസറിൽ നിന്നും എടുത്ത് കുറേശ്ശെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.